സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ നാളെ പ്രഖ്യാപിക്കും. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനായിരിക്കും സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളുടെ പ്രഖ്യാപനം നടത്തുക. പതിവിൽ നിന്ന് വ്യത്യസ്തമായി തൃശ്ശൂരിൽ വച്ചായിരിക്കും സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനം നടത്തുക. നാളെ വൈകിട്ടാണ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനം നടത്തുക. വൈകിട്ട് 3:30 തൃശ്ശൂർ രാമനിലയത്തിൽ വെച്ചായിരിക്കും സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനം നടത്തുക. കഴിഞ്ഞ ദിവസങ്ങളിലുടനീളം ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനം ഇന്നുണ്ടാവും, നാളെ ഉണ്ടാവും, മറ്റന്നാളുണ്ടാവും എന്നിങ്ങനെയുള്ള രീതിയിലുള്ള പലതരത്തിലുള്ള ഊഹാപോഹങ്ങൾ പ്രചരിച്ചിരുന്നു. അതിനെല്ലാം ഇടയിൽ നാളെ ഔദ്യോഗികമായി സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനം ഉണ്ടാവുക എന്നുള്ള അറിയിപ്പ് വന്നിരിക്കുന്നത്. തിരുവനന്തപുരത്താണ് പൊതുവെ സാംസ്കാരിക വകുപ്പ് മന്ത്രിമാർ എല്ലാ വർഷവും സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനം നടത്താറുള്ളത്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ജൂറി ചെയർമാൻ, ജൂറിയിലുള്ള മറ്റംഗങ്ങൾ എന്നിവരും സാംസ്കാരിക വകുപ്പ് മന്ത്രിയും ഉൾപ്പെടെയായിരിക്കും ആ പ്രഖ്യാപനം നടത്തുക. ആ പ്രഖ്യാപനത്തിന് മുന്നേ തന്നെ ഏതൊക്കെ ചിത്രങ്ങൾക്കാണ് പുരസ്കാരങ്ങൾ ലഭിക്കാൻ സാധ്യതയുള്ളത്, ഏതൊക്കെ നടീനടന്മാർക്കാണ് മികച്ച അഭിനേതാവിനും അഭിനേത്രിക്കുമുള്ള പുരസ്കാരങ്ങൾ ലഭിക്കാൻ സാധ്യതയുള്ളത്, മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെടാൻ സാധ്യതയുള്ളത് ഏതൊക്കെയാണ്, ഏതൊക്കെ നടീനടന്മാർ മത്സരിക്കുന്നു, അവസാന പട്ടികയിൽ ഇഞ്ചോടിഞ്ച് പൊരുതുന്നു എന്നൊക്കെയുള്ള രീതിയിൽ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യാറുണ്ട് പല മാധ്യമങ്ങളും. മിക്കവാറും മാധ്യമങ്ങളും അത്തരത്തിൽ ചെയ്യുന്നത് ഒരു ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യലാണ്. ഒരു കാരണവശാലും ജൂറിയിൽ നിന്ന് ആ വിവരങ്ങൾ പുറത്ത് ലഭിക്കാറില്ല. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ചലച്ചിത്ര പുരസ്കാരങ്ങളുടെ നിർണയം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരുതരം രഹസ്യ സ്വഭാവത്തോടു കൂടിയാണ്. ജൂറിയെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ, ജൂറിയെ സിനിമ കാണാൻ നിശ്ചയിച്ചു കഴിഞ്ഞാൽ അവരെ അതിനുവേണ്ടി പ്രത്യേകം സൗകര്യമുള്ള ഹോട്ടലിലേക്കോ അല്ലെങ്കിൽ ചലച്ചിത്ര അക്കാദമിയുടെ തന്നെ പ്രത്യേക സംവിധാനത്തിലേക്കോ അവരെ കൊണ്ടുപോകും. ഒരുതരം അടച്ചിട്ട ജീവിതമായിരിക്കും അവരുടേത്. നിരന്തരമായിട്ട് സിനിമകൾ കാണുക, അതുമായി ബന്ധപ്പെട്ടുള്ള മാർക്കുകൾ ഇടുക, അതുമായി ബന്ധപ്പെട്ട ആശയ സംവേദം നടത്തുക, തർക്കങ്ങളുണ്ടാവും, പൊരുത്തങ്ങളുണ്ടാവും, അതെല്ലാം ഉണ്ടാവും. രാത്രിയും പകലും എന്ന വണ്ണം സിനിമകൾ കാണും. ഒപ്പം തന്നെ അവർക്ക് അത് കഴിഞ്ഞ് വിശ്രമിക്കാനുമുള്ള അവസ്ഥയുണ്ടാവും. പക്ഷേ നഗരത്തിൽ യാത്ര ചെയ്യാനോ പുറത്തേക്ക് പോകാനോ ഒന്നും അവസരം കൊടുക്കുകയില്ല. അങ്ങനെ പുറത്തു പോയിട്ട് ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങൾ മറ്റു സുഹൃത്തുക്കളോടോ മറ്റോ സംസാരിക്കാനുള്ള അവസരം നൽകുകയില്ല. ഈ രീതിയിലാണ് ഇതിൻ്റെ ഒരു വിവരവും പുറത്തു പോകരുത് എന്നുള്ള നിലയ്ക്ക് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത് വരെ പൂർണ്ണമായിട്ടും അതിൻ്റെ രഹസ്യാത്മകത നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ കഴിഞ്ഞ നാളുകളിലുടനീളം ചലച്ചിത്ര അക്കാദമി അതിൻ്റെ പുരസ്കാരങ്ങൾ, അത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമാകട്ടെ, മറ്റ് പുരസ്കാരങ്ങളാകട്ടെ, ടെലിവിഷൻ പുരസ്കാരമാകട്ടെ, പ്രഖ്യാപനം നടത്താറുള്ളത് ആ രീതിയിൽ തന്നെയാണ്. എങ്കിലും ഊഹാപോഹങ്ങൾ വെച്ചുകൊണ്ടും സാധ്യതകൾ വെച്ചുകൊണ്ടുമാണ് പൊതുവെ മാധ്യമങ്ങൾ ഇന്ന അഭിനേതാക്കൾക്ക് മികച്ച അഭിനേതാവിനും ഇന്ന അഭിനേത്രികൾക്ക് മികച്ച അഭിനേത്രിക്കുമുള്ള സാധ്യത, അവസാന പട്ടികയിൽ ഇന്ന വ്യക്തികൾ എന്നുള്ള നിലയ്ക്കുള്ള അറിയിപ്പുകൾ നൽകാറുള്ളത്. എന്തായാലും സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളുടെ പ്രഖ്യാപനം നാളെ തൃശ്ശൂരിൽ വൈകിട്ട് 3:30 രാമനിലയത്തിൽ നടക്കുമ്പോൾ ഈ കഴിഞ്ഞ മാസങ്ങളിൽ ഉടനീളം ചലച്ചിത്ര അക്കാദമിയുടെ നേതൃരംഗത്ത് താൽക്കാലിക ചുമതലയുള്ള അധ്യക്ഷ പദവിയിൽ ഇരുന്നു കൊണ്ട് വളരെ സർഗാത്മകമായിട്ടും സഫലമായിട്ടും ചലച്ചിത്ര അക്കാദമിയുടെ IFFK അടക്കമുള്ള അന്താരാഷ്ട്ര കേരള ചലച്ചിത്രോത്സവം അടക്കമുള്ള കാര്യങ്ങളെ ഫലപ്രദമായിട്ട് വിജയത്തിലേക്ക് കൂട്ടായ്മയുടെ ഭാഗമായി എത്തിക്കാൻ കഴിഞ്ഞ പ്രേംകുമാർ ഉണ്ടായിരിക്കില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. പകരം റസൂൽ പൂക്കുട്ടി നാളത്തെ വാർത്താ സമ്മേളനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ കൂടി ചുമതലയുള്ള സാംസ്കാരിക വകുപ്പിൻ്റെ മന്ത്രിയായിട്ടുള്ള സജി ചെറിയാൻ പ്രഖ്യാപിക്കുമ്പോൾ പുതിയ അധ്യക്ഷനായിട്ടുള്ള റസൂൽ പൂക്കുട്ടിയും ഒരുപക്ഷെ ഉണ്ടായി എന്ന് വന്നേക്കാം. എന്തായാലും നാളെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കാൻ പോകുന്നു. സ്റ്റാർനെറ്റ് എന്ന പേരിൽ വളാഞ്ചേരി കേന്ദ്രീകരിച്ച് പുതിയ ഇൻ്റർനെറ്റ് കേബിൾ ക്ലസ്റ്ററിന് തുടക്കമായി. ക്ലസ്റ്ററിൻ്റെ ലോഗോ പ്രകാശനം മലപ്പുറം ജില്ലാ CEO ട്രഷററും വളാഞ്ചേരി മേഖലാ VCN ഡിസ്ട്രിബ്യൂഷൻ MDയുമായ മുസ്തഫ നിർവഹിച്ചു. വിവിധ കേബിൾ